ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്എ പാർട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് 6 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈസി ആയിട്ട് ഈ ഒരു 6 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം? ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ഇക്വേഷൻ ആണ്. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ വേരിയൻസും ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്നാണ്. ആൻഡ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിഗ്മ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ ബേസിക്കലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അതായത് ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. അതിന്റെ എന്താണ് സ്ക്വയർ റൂട്ട് ആണ് വേണ്ടത്. ഇനി ഇവിടെ സ്ക്വയർ റൂട്ട് ഇല്ലാണ്ട്, അതായത് സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് മുന്നേ ആണ് എന്ത് നമുക്ക് വേരിയൻസ് കിട്ടുന്നുണ്ടായിരിക്കുക. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ ഇത് കണ്ടിന്യൂസിന്റെ കേസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് ആണെങ്കിലും ഇക്വേഷൻ ഇത് തന്നെയാണ്, ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല. ഇനി റോ ഡാറ്റന്റെ കേസ് ആണെങ്കിൽ ജസ്റ്റ് ഫ്രീക്വൻസി ഇല്ലാണ്ട് നമ്പേഴ്സ് മാത്രമാണെങ്കിൽ ഈ എഫ് ഇവിടെ ഉണ്ടായിരിക്കില്ല, ഇവിടെ സ്മോൾ ലെറ്റർ എൻ ആയിരിക്കും. അത് മാത്രമാണ് വ്യത്യാസമായിട്ട് ഉണ്ടാവുന്നത്. ഇനി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അതും എന്താണ് കണ്ടിന്യൂസിന്റെ കേസിലുള്ള ഇക്വേഷൻ ആണ് വേണ്ടത്. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇതാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താക്കണം, നമുക്കിവിടെ ടേബിളിൽ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസീസ് ആണ്. അത് നേരെ ഇതേപോലെ ഒരു ടേബിൾ ആക്കാം. എന്തൊക്കെ വാല്യൂസ് നമുക്കിവിടെ വേണം? എഫ് എക്സ് സ്ക്വയർ വേണം, ക്യാപിറ്റൽ എൻ വേണം, എക്സ് ബാർ കാണണമെങ്കിൽ സിഗ്മ എഫ് എക്സ് വേണം. അപ്പൊ സിഗ്മ എഫ് എക്സ് കാണാൻ ഇത് എക്സ് സ്ക്വയർ, എന്തിനാ എക്സ് സ്ക്വയറും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഫ് എക്സ് സ്ക്വയർ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇത്രയും ആൾക്കാരുള്ള കോളമാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റുകളാണ്. അപ്പൊ 10ന്റെയും 20ന്റെയും മിഡ് പോയിന്റ് എങ്ങനെ കണ്ടെത്താം? ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിന്റെ ആവറേജ് കണ്ടാൽ മതി. എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 30/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി ഇവര് ക്ലാസ് വിഡ് അഥവാ ക്ലാസ് ഇന്റർവൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 10 ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ 15 + 10, 25 + 10, 35, അങ്ങനെ 10 വെച്ച് കൂട്ടി വരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 35, 45, 55, 65, 75 എക്സ് വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? എഫ് എക്സുകളാണ് വേണ്ടത്. അപ്പൊ എന്താണ്? ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് എക്സ് കിട്ടും. എങ്ങനെയാണ്? 15 × 1 that is equal to 15. 25 × 10 that is equal to 250 എന്ന് കിട്ടും. നെക്സ്റ്റ് 35 × 30 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ ആയിട്ട് വരുന്നത് 1050 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് 45 × 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2250 എന്ന് കിട്ടും. നെക്സ്റ്റ് 42 × 52, 55 that is equal to ആൻസർ ആയിട്ട് വരുന്നത് 2310. ലാസ്റ്റ് ഇവിടെ 65 × 30 1950 എന്ന് കിട്ടും. ഇത് 525 ആണെന്നും കിട്ടും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മൾ എഫ് എക്സുകൾ കിട്ടി. ഇനി ഈ എഫും ഈ എഫ് എക്സും കൂടെ മൾട്ടിപ്ലൈ, ഇവിടെ നമ്മൾ ടോട്ടൽ എന്താണ്? സമ്മ് കാണണം. അപ്പൊ ഇവിടെ എഫും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? എഫ് എക്സിന്റെ വാല്യൂസ് കിട്ടി. ഇനി ഇത് സമ്മ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ക്യാപിറ്റൽ എൻ ആയിരിക്കും. സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 170 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. എന്ത് കിട്ടും? 170 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് എഫ് എക്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 8350 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഈ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ എന്ത് കാണാം? നമുക്ക് എക്സ് ബാർ കാണാൻ വേണ്ടി പറ്റും. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 8350 ഡിവൈഡഡ് ബൈ 170 ആണ്. സോ 8350 ഡിവൈഡഡ് ബൈ 170 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 49.12 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. എക്സ് ബാർ കിട്ടി. ഇനി എന്ത് വേണം നമുക്ക്? ഇക്വേഷനിലേക്കാണെങ്കിൽ ഇപ്പോൾ സിഗ്മ സ്ക്വയർ കാണുകയാണെങ്കിൽ എന്താണ്? സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി സ്ക്വയർ. ഇത് ആരാണ്? നമ്മളുടെ വേരിയൻസ് ആണ്. അപ്പൊ ഇവിടേക്ക് എന്തൊക്കെ വേണം? ഇനി ഒരു സിഗ്മ എഫ് എക്സ് സ്ക്വയറും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതെങ്ങനെ കിട്ടും? ആദ്യം എക്സ് സ്ക്വയർ കാണണം, എന്നിട്ട് ഈ എക്സ് സ്ക്വയറും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് എക്സ് സ്ക്വയർ ആണ് കിട്ടുന്നുണ്ടായിരിക്കാം. ആദ്യം എക്സ് സ്ക്വയർ കാണും. ഇവിടെ ഈ എക്സ് വാല്യൂസ് ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ 15ന്റെ സ്ക്വയർ എന്ത് വരും? 225. 25ന്റെ സ്ക്വയർ 625. ഇവിടെ 1225, 2025, 3025, 4225, 5625. എക്സ് സ്ക്വയർ കിട്ടി. ഇവിടെ നമുക്ക് സമ്മ ആവശ്യമില്ല. ഇത് എഫിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സമ്മ എടുത്താൽ മതി. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ എഫിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 225,
ഇവിടെ 2500 എങ്ങനെ ഇവിടെ 225 into 1. ഇനി എന്താണ് 625 into 10. അപ്പൊ എന്താണ് 6250 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. അടുത്തത് 1225 into 30 ആണ് വേണ്ടത്. 1225 into 30 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 36,750 ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. അടുത്തത് 2025 into 50 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 101250. ഇനി അടുത്ത ഏതാണ് 3025 into 42 ആണ്. 3025 into 42 ദാറ്റ് ഈസ് ഈക്വൽ ടു 127050. നെക്സ്റ്റ് ആരാണ് 4225 into 30 ആണ്. 4225 into 30 ചെയ്ത് കഴിഞ്ഞാൽ 126750 എന്ന് കിട്ടും. ലാസ്റ്റ് 5625 into 7 ആണ്. ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 39,375 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 437650 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ആര് നമ്മളെ സിഗ്മ FX² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 437650 ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ് 170 ആണ് വരുന്നത്. ഇനി മൈനസ് എക്സ് ബാർ കിട്ടിയിട്ടുണ്ട് 49.12 ആണ്. അതിന്റെ സ്ക്വയർ ആണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 437650 ഡിവൈഡഡ് ബൈ 170 നമുക്ക് അവിടെ 2574.41 എന്ന് കിട്ടും. മൈനസ് 49.12ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2412.77 ആണ് വരുന്നത്. അപ്പൊ ഇത് മൈനസ് ചെയ്യാം. 2574.41 മൈനസ് 2412.77 എന്ന് കിട്ടും. 0.77 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ആയിട്ട് വരുന്നത് 161.64 എന്നാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. 161.64 എന്നാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ഇതാണ് എന്ത് നമ്മളുടെ വേരിയൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് അവിടെ വേരിയൻസ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി അടുത്തത് ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണണമല്ലോ നമുക്ക്. അപ്പോഴാണ് എന്ത് കിട്ടുന്നുണ്ടായിരിക്കാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ ഈ കിട്ടിയിരിക്കുന്നതാണ് നമ്മളുടെ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ FX² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ലിറ്ററലി ചെയ്യുന്നത് എന്താ സംഭവം? ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് നമ്മൾ കാണേണ്ടത് അല്ലെ. ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാലാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വേരിയൻസ് ആണ്. അത് എത്രയാണ്? 161.64 ആണെന്ന് അറിയാം. അപ്പൊ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 161.64 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12.71 ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? 12.71 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി നേരെ തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതേപോലെ ചെയ്ത് വന്ന് 12.71 കിട്ടി. എന്നിട്ട് അതിന്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ട് 161.64 എന്ന് എഴുതി കഴിഞ്ഞാലും ഓക്കെ തന്നെയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾക്ക് 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇക്വേഷനിലേക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്താണ് ആൻസറിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ആകെ ഒരു 3-4 ലൈനിന്റെ കാര്യമുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് കാൽക്കുലേഷൻ എവിടെയാണ്? ഈ ടേബിൾ ആണ്. ആൻഡ് ഇക്വേഷൻസ് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു 6 മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. മാർക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അത്ര തന്നെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മോഡൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.